തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിൽ BJP സീൽ പതിച്ച വിഷയത്തിൽ നടപടിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. മെയിൽ അയച്ച സെക്ഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, കടുത്ത വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പാർട്ടിയുടെ ഭാഗമായി മാറരുത് എന്ന തരത്തിൽ MABയുടെ ഒക്കെ പ്രതികരണം വന്നതാണ്. ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച എന്നതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് ഈ BJPയുടെ സീൽ പതിച്ച കത്ത് വിവാദത്തിൽ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറാണ് ഈ സെക്ഷൻ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇമെയിൽ സന്ദേശം വഴി വന്ന ഒരു കത്ത്, ആ കത്തിനൊപ്പമാണ് ഈ BJPയുടെ സീൽ പതിച്ചൊരു കത്ത് കൂടി ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം തന്നെ, അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആദ്യം തന്നെ ഒരു വിശദീകരണ കുറിപ്പിലൂടെ അറിയിച്ചത്. അതായത് 2019 ഈ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ രാഷ്ട്രീയ കക്ഷികളുടെ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥിമാരുടെ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടൊരു കത്ത് നൽകിയിരുന്നത് BJPയുടെ സീൽ പതിപ്പിച്ച കത്തായിരുന്നു. ആ കത്താണ് മാറി ഈ മെയിലിനൊപ്പം അറ്റാച്ച് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരണ കുറിപ്പിലൂടെ പറഞ്ഞ് പോയത്. ഇപ്പോൾ ഒടുവിൽ ഈ സെക്ഷൻ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടിയും എടുത്തിരിക്കുന്നു. വലിയ വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഉയർത്തിക്കൊണ്ടുവന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിൽ ഇത്തരം BJPയുടെ കേരള ഘടകത്തിന്റെ സീൽ പതിപ്പിച്ചിരുന്നത്. ഇത് വലിയ രാഷ്ട്രീയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.